നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലുള്ള സ്പൈൻവേദ ഹോസ്പിറ്റലിലാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സീരിയസ് അസിസ്റ്റൻ്റായ ഡോക്ടർ ജിജോ ജോയ് സാറാണ്. ഓക്കെ ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സർജറി പറഞ്ഞ പല കേസുകളും ഇവിടെ വരുന്നു. അതിന് സർജറി ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ അത് ഒരു വേദനകൾ മാറി സുഖപ്പെട്ടു പോകുന്നു കേട്ടിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ട്രീറ്റ് സീക്രട്ട്? സാർ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഉറപ്പായിട്ടും നമ്മൾ സ്പൈൻവേദ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു രൂപീകരണം തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പേഷ്യൻസിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ അസുഖം മാറ്റാം. നോർമൽ നമ്മൾ കൺവെൻഷണൽ ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ വെച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് വളരെ ചുരുങ്ങിയ ഡ്യൂറേഷനിൽ ചെയ്ത് അവർക്ക് തിരിച്ച് ബാക്ക് ടു വർക്ക് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ വന്നപ്പോഴാണ് അതിന് ഏറ്റവും മോഡേൺ മെഷീൻസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ സ്പൈൻ ഡീകംപ്രഷൻ കൊണ്ടുവരുന്നത് സ്പൈൻവേദ ഹോസ്പിറ്റലാണ്. അത് വളരെ ഹെൽപ്പ് ചെയ്തു പേഷ്യൻസിനെ. അങ്ങനെ വന്നപ്പോൾ കറക്ഷൻ മെത്തേഡിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നപ്പോഴാണ് കൈറോപ്രാക്റ്റിക് ട്രീറ്റ്മെൻറ്റും കൂടെ ഞാൻ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഇറ്റലി ബേസ്ഡ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുകയും കൈറോപ്രാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പം നമ്മുടെ മർമ്മ ചികിത്സ ഈ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തൊരു ഫ്യൂഷനാക്കി. അതായത് നമ്മുടെ മർമ്മ ട്രീറ്റ്മെൻറ്റ്, ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ്, കൈറോ ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയി. ഡോക്ടറെ, ഇന്ന് നമ്മളിവിടെ ഒരു സർജറി പറഞ്ഞൊരു പേഷ്യൻ്റ് ഇവിടെ ഉണ്ടല്ലോ. എന്തായിരുന്നു പുള്ളിക്കാരൻ്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ അതിനു വേണ്ടി ചെയ്ത ട്രീറ്റ്മെൻറ്റ്സ്, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് L4-5 നടുവിൻ്റെ നമ്പാറിൽ L4-5 ഡിസ്ക് എക്സ്ട്രൂഷൻ. അപ്പോൾ ഡിസ്കിൻ്റെ നമ്മളൊരു ആ ബൾജിങ്ങിൻ്റെ ഓരോ ഗ്രേഡ് പറഞ്ഞാൽ ആദ്യം ഡിസ്ക് ബൾജ്, അത് കഴിഞ്ഞ് ഡിസ്ക് ഹേർണിയേഷൻ, ഡിസ്ക് എക്സ്ട്രൂഷൻ. അപ്പോൾ അതൊരു തേർഡ് സ്റ്റേജിലേക്ക് പറയാം. ഡിസ്ക് എക്സ്ട്രൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ട് വെർട്ടിബ്രാസ് ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ രണ്ട് കശേരുകൾ. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സ്പേസ് ആണ് ഇന്റർ വെർട്ടിബ്രൽ സ്പേസ്. അതായത് ഇതാണ് ഡിസ്ക്. ഇതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അതെ, ഇതാണ് ഡിസ്ക്. ഇന്ന് നിങ്ങൾ ഈ കാണുന്നതാണ്, ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് നെർവ്സ്. അതെ, അപ്പം നമ്മളിപ്പോൾ L4-5 ആണെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു ബൾജ് വരുമ്പോൾ കാണാൻ പറ്റും ഇത് പുറത്തേക്ക് വരികയാണ്. ഈ ഡിസ്ക് മെറ്റീരിയൽ പുറത്തേക്ക് വരികയാണ്. ഇത് പുറത്തേക്ക് വന്ന് ഈ ഞരമ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പുറത്തേക്ക് വന്നു, നെർവിനെ ടച്ച് ചെയ്തു. ഈ നെർവ് എങ്ങോട്ടാണോ പോകുന്നത്, ഈ നെർവ് റൂട്ട്, അവിടെ വേദന തുടങ്ങും. അടുത്തത് നംനെസ് തുടങ്ങും. ഓക്കെ, അപ്പോൾ നംനെസ് അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. ആദ്യം വരുന്ന പെയിനാണ്. അപ്പോൾ ഇങ്ങനൊരു കേസിലാണ് ഇവിടെ വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് L4-L5 ഡിസ്ക് എക്സ്ട്രൂഷൻ കേസാണ്. നമ്മളെ പേഷ്യൻ്റ് ഇപ്പോൾ പ്രോൺ പൊസിഷനിലാണ്. ആ L4-L5 ഡിസ്കിന് നമുക്കൊരു ഡീകംപ്രഷൻ കിട്ടുന്ന രീതിയിലോട്ട് പേഷ്യൻ്റ് നമ്മളിപ്പോൾ കിടത്തി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡീകംപ്രഷൻ പ്രൊസീജിയർ സ്റ്റാർട്ടായി. ഇത് പേഷ്യൻ്റ് ഇവിടെ നിന്ന് അനങ്ങുന്നില്ല, ഈ താഴത്തെ പോർഷൻ മാത്രമേ ഇപ്പോൾ അനങ്ങുന്നുള്ളൂ. ഇത് ലെഫ്റ്റ് ട്രവേഴ്സിങ് നെർവ് റൂട്ട് കംപ്രഷനുള്ള പേഷ്യൻ്റാണ്. നമ്മൾ ആ ഡീകംപ്രഷൻ ടൈമിൽ നമുക്ക് ആ സ്പൈനസ് പ്രോസസ്സിനെ നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുകയും അത് നമ്മൾ കറക്ഷൻ കൊടുക്കുന്ന ഒരു മെത്തേഡും കൂടെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സിവിയർ നംനെസ്, ആ നംനെസ് വരികയും 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 15 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു L4-5 ഡിസ്ക് എക്സ്ട്രൂഷൻ കേസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബൾജായിട്ടിരുന്നതിന് നമ്മളിപ്പോൾ ഡീകംപ്രഷൻ കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് നിങ്ങൾ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നത് കൈറോപ്രാക്റ്റിക് കറക്ഷൻസ് ആണ്. ഇതിപ്പോൾ ലെഫ്റ്റ് ഷോർട്ട് ലെഗ് ആണ് അദ്ദേഹത്തിന്. അപ്പോൾ അതിനുള്ള കറക്ഷൻ കൂടെയാണ് നമ്മളിപ്പോൾ കൈറോപ്രാക്റ്റിക് കറക്ഷൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ L4-5 ആണ്. അപ്പോൾ ആ L4-5 നമ്മൾ ആ സ്പൈനസ് പ്രോസസ്സിൻ്റെ റൊട്ടേഷൻ നോക്കിയിട്ടാണ് ഈ കറക്ഷൻ കൊടുക്കുന്നത്. ഏകദേശം ഒരു 90% ഡീവിയേഷൻ നമ്മൾ മാറ്റിയെടുത്തു ഇപ്പോൾ 8 days ആയപ്പോഴത്തേക്ക്. ആ ഫോട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നമ്മളിപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ്, മസിൽസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ചികിത്സകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് നിങ്ങൾ കാണുന്നത്. അതായത് നമ്മുടെ മർമ്മ കറക്ഷൻസ് ആണ്. ഈ ഓരോ കശേരുക്കളിനെ നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ള മർമ്മ കറക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്.
നമുക്ക് ഈ കറക്ഷൻ വഴി നമ്മൾ മിസ്അലൈൻമെൻ്റ് ആയിട്ടിരിക്കുന്നുള്ള സ്പൈനസ് പ്രോസസ്സിനെ കറക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്നത്. നമ്മൾ ഡീകംപ്രഷനിൽ സ്റ്റാർട്ട് ചെയ്തു, കൈറോ കറക്ഷൻസ് കൊടുത്തു, നീഡിലിംഗ് കൊടുത്തു, അൾട്രാസൗണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അവസാനം നമ്മൾ അതിൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നൽകിയത്. ആയുർവേദ മർമ്മ ട്രീറ്റ്മെൻറ്റ്, അതായത് മർമ്മ കറക്ഷൻസ് ആണ്. ആ മർമ്മ കറക്ഷൻസ് നമ്മൾ സെർവിക്കൽ തൊട്ട് സാക്രം വരെയുള്ള പോർഷൻസിൽ നമ്മളിപ്പോൾ നൽകിയത്. അതുപോലെ തന്നെ ആ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാനായിട്ടുള്ള നമ്മുടെ മർമ്മ ചാനൽസിനെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ കൊടുത്തത്. അപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റാണ് സ്പൈൻ വേദയിൽ നമ്മൾ നൽകി വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും ട്രീറ്റ്മെൻറ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ റിസൾട്ട് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെയല്ല, ഈ ഒരു ഇത്രയും കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും സ്പൈൻ വേദയിൽ വരാൻ ഞാനുണ്ടാവും. ധൈര്യമായിട്ട് സ്പൈൻ വേദയെ നിങ്ങൾക്ക് സമീപിക്കാം. താങ്ക് യു.